മൗഗ്ലിയുടെ കയ്യിലെ തീപ്പന്തത്തിൽ നിന്നും തീ പടർന്ന് ഒരു കാട്ടുതീ ഉണ്ടായിരിക്കുന്നു. മൗഗ്ലി ഈ കാട് നശിപ്പിക്കുമെന്നും അവൻ മനുഷ്യവർഗമാണെന്നും അവൻ അത് തന്നെ ചെയ്യുമെന്നും ഷേർഖാൻ പറഞ്ഞു. അത് കേട്ട് മൗഗ്ലി തീപ്പന്തം ദൂരെ കളഞ്ഞു. ഷേർഖാൻ ഉടനെ മൗഗ്ലിയെ ആക്രമിക്കാൻ അടുത്തു. മൗഗ്ലിയുടെ കൂടെ ഒരു കൂട്ടം മൃഗങ്ങൾ ഒത്തുകൂടി. ഷേർഖാൻ പാഞ്ഞു വന്നതും ബാലു അവന് നേരെ പാഞ്ഞെടുത്തു. പക്ഷേ ഷേർഖാൻ ബാലുവിനെ കീഴ്പ്പെടുത്തി. ഉടനെ ചെന്നായ്ക്കൂട്ടം യുദ്ധത്തിന് തയ്യാറായി. മൗഗ്ലിയുടെ കൂടെ പോകാനൊരുങ്ങിയപ്പോൾ ബഗീര അവനെ തടഞ്ഞു. ബഗീര പറഞ്ഞു, നീയൊരു ചെന്നായല്ല, നീ മനുഷ്യനാണ്, അവനെപ്പോലെ ഫൈറ്റ് ചെയ്യൂ. അത് കേട്ടത് മൗഗ്ലി തീപടർന്ന ഭാഗത്തേക്ക് ഓടി. ചെന്നായ്ക്കൂട്ടം ഷേർഖാനെ ആക്രമിച്ചു. ഷേർഖാൻ മൗഗ്ലിയുടെ പുറകെ ഓടി. അപ്പോൾ ബഗീര അവനെ ഫൈറ്റ് ചെയ്തു. അവനും ഷേർഖാനെ അധികം തടഞ്ഞു നിർത്താനായില്ല. ഇതേസമയം മൗഗ്ലി വലിയൊരു മരത്തിൽ നിന്നും വള്ളികൾ മുറിച്ചെടുത്തു. ഒരു വലിയ ഉണങ്ങിയ മരത്തിന് മുകളിലേക്ക് കയറി. പുറകെ ഷേർഖാൻ. മൗഗ്ലി കയർ മരത്തിൽ കെട്ടി താഴേക്കിട്ടു. അകം പൊള്ളയായ മരത്തിനകത്തോടി ഷേർഖാൻ മൗഗ്ലിയെ ആക്രമിക്കാൻ നോക്കി. മൗഗ്ലി ആ മരത്തിന്റെ നീളമുള്ള കൊമ്പിലേക്ക് നടന്നു. താഴെ കാട് മുഴുവൻ തീയിലമർന്നിരിക്കുകയായിരുന്നു. ഷേർഖാൻ ആ മരക്കൊമ്പിലേക്ക് നടന്നു വന്നു. മൗഗ്ലിയെ നോക്കി ഷേർഖാൻ ചാടിയതും മൗഗ്ലി ഉടനെ താൻ കെട്ടിയ വള്ളിയിലേക്ക് ചാടിപ്പിടിച്ചു. ഉണങ്ങിയ കൊമ്പൊടിഞ്ഞ് ഷേർഖാൻ താഴെ തീയിലേക്ക് വീണു. അങ്ങനെ ഷേർഖാൻ മരിച്ചു. അപ്പോഴേക്കും ഒരു വലിയ ആനക്കൂട്ടം അങ്ങോട്ടേക്ക് നടന്നു വന്നു. മൗഗ്ലി നേരത്തെ രക്ഷിച്ച ആനക്കുട്ടിയുടെ ഫാമിലിയായിരുന്നു അത്. അവർ എല്ലാവരും ഒരുമിച്ച് വലിയ പാറക്കഷ്ണങ്ങളും മരങ്ങളും വെച്ച് ഒരു ഡാം ഉണ്ടാക്കി. പുഴയിലെ വെള്ളം വഴിതിരിച്ചു വിട്ടു. വെള്ളം കാട്ടുതീ പടർന്ന പ്രദേശത്തേക്ക് ഒഴുകി. തീ മുഴുവനായി അണഞ്ഞു. മൗഗ്ലി വീണ്ടും ആ കാട്ടിൽ തന്നെ താമസിച്ചു. ചെന്നായ്ക്കൂട്ടം വളർത്തിയ മനുഷ്യക്കുട്ടിയായി.